ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ഇന്ന് ഈ വീഡിയോയിൽ ബന്നി ജോ ഹോം ഡെലിവറി എന്ന സീരിയലിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവരെ അതൊന്ന് കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ദേവരാജ് ബന്നിയോട് യുവാനെക്കുറിച്ച് പറയുന്നതാണ് കാണിക്കുന്നത്. യുവാന് 7 വയസ്സുള്ളപ്പോൾ അവൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവൻ്റെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത്. അന്നു മുതൽ അവൻ്റെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വെറും 7 വയസ്സുള്ള കുട്ടിയുടേതാണെന്ന് ആൾ പറയാണ്. മാത്രമല്ല ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നും കൂടെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബന്നി സങ്കടത്തോടുകൂടെ അതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ യുവാൻ്റെ അടുത്തേക്ക് കൽപ്പനയും മാഹിറയും കൂടി പേടിപ്പെടുത്തുന്ന ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ഭൂതത്തിൻ്റെ രൂപത്തിൽ വരാണ്. അവൻ പൂജയ്ക്ക് വരാതെ റൂമിൽ തന്നെ ഇരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ 2 രൂപങ്ങളെ കണ്ടതും യുവാൻ പേടിച്ച് നിലവിളിച്ച് കരയുന്നുണ്ട്. പിന്നെ ദേവരാജ് ബന്നിയോട് കഴിഞ്ഞ 12 വർഷമായി യുവാൻ പൂജയ്ക്ക് പങ്കെടുത്തിട്ടില്ല, അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എങ്ങനെ പൂജയ്ക്ക് കൊണ്ടുവരുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ബന്നി അവനെ ഞാൻ കൊടുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് ഒരു മഞ്ഞളിട്ട പാല് കൊണ്ടിട്ട് അവനത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവളവിടെ എത്തുമ്പോൾ കാണാൻ അവൻ നന്നായിട്ട് പേടിച്ച് വിറച്ചിട്ട് ഇരിക്കുന്നതാവും. ഇത് കണ്ടിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ നിനക്ക് മഞ്ഞളിട്ട പാല് കൊടുത്തിട്ടുണ്ട്, നീ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ അവനത് കുടിക്കാതെ അവിടെ ഇരുന്ന് കരയാണ്. അതിനുശേഷം വീർ സിംഗിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ യുവാൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് വീർ സിംഗ്. ഞാൻ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഷോ പീസ് പൊട്ടിക്കെടുക്കുന്നത് കണ്ടിട്ട് ഇത്ര വിലപിടിപ്പുള്ള ഈ ഷോ പീസ് ആരാ പൊട്ടിച്ചിട്ടതെന്ന് കൽപ്പനയോടൊക്കെ ചോദിക്കുമ്പോൾ അത് യുവാനാണ് പൊട്ടിച്ചത്, വേറെ ആരാ ഈ വീട്ടിൽ പൊട്ടിക്കാനുള്ളത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് വീർ ദേഷ്യത്തിൽ യുവാൻ്റെ റൂമിലേക്ക് വന്നിട്ട് അവനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബന്നി അയാളുടെ കൈ പിടിച്ചിട്ട് അത് തടയുന്നുണ്ട്. അപ്പോൾ നീ ഏതാ എന്നെ തടയാനെന്ന് വീർ അവളോട് ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ്, യുവാന് ഭക്ഷണം ഇങ്ങോട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തരാനാണ് ഞാൻ വന്നത്, എൻ്റെ സർവീസിൻ്റെ പേര് ബന്നി ജോ ഹോം ഡെലിവറി എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഭക്ഷണങ്ങളുടെ മെനു തന്നെ ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് വേറെ ദേഷ്യത്തിൽ നീ ഭക്ഷണം ഡെലിവറി ചെയ്യാൻ വന്നതാണെങ്കിൽ അത് ഡെലിവറി ചെയ്തിട്ട് പൊക്കോണം, അല്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കൊന്നുമില്ല, ഇപ്പോൾ ഞാനിവിടെ തെറ്റ് കണ്ടതുകൊണ്ടാണ് പ്രതികരിച്ചതെന്ന് അവൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബന്നി അവരോട് എല്ലാവരോടും ഞാൻ യുവാനെ താഴേക്ക് പൂജയ്ക്ക് വിളിച്ചുകൊണ്ട് പോവാനാണ് വന്നതെന്ന് പറയുമ്പോൾ യുവാൻ പേടിച്ചിട്ട് വേണ്ട ബന്നി, ഞാൻ പൂജയ്ക്കൊന്നുമില്ല, എന്നെ ഭൂതം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഒപ്പം അവിടെ മൂത്രമൊഴിച്ച് വെക്കുകയാണ് കൊച്ചുകുട്ടികളെ പോലെ. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന കൽപ്പനയും മാഹിറയും വീറൊക്കെ കൂടിയിട്ട് അവനെ ഒരു പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. അയ്യവൻ എന്ത് പണിയായി കാണിച്ചതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ബന്നിക്ക് മാത്രം അവനെ കണ്ടിട്ട് പാവം തോന്നാണ്. എന്നിട്ട് നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭൂതം വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്തിട്ട് നേരെ മാഹിറയുടെ മേത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചതും മാഹിറ ദേഷ്യത്തിൽ നീ എന്ത് പണിയായി കാണിച്ചതെന്ന് ബന്നിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഹിറ അടിക്കാൻ വരുമ്പോൾ അവളുടെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. ഒപ്പം അടിക്കാൻ വന്ന വീറിൻ്റെ കൈയും ബന്നി പിടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവരാജ് അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും നിലക്ക് നിർത്താൻ അറിയാമെന്ന് ആൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ബന്നി അവിടെ നടത്തിയ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് യുവാന് പേടി കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ കൂടെ പൂജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാവുന്നുണ്ട്. അതിനുശേഷം ബന്നി താഴേക്ക് യുവാനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ താഴെ എത്തിയതും അവിടെ വെച്ചിരിക്കുന്ന പ്രസാദമായിട്ടുള്ള പായസമൊക്കെ കണ്ടിട്ട് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് യുവാൻ വാശി പിടിക്കുമ്പോൾ അത് എന്തായാലും പൂജ കഴിഞ്ഞതിന് ശേഷം ഫുള്ളും യുവാന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ബന്നി ഒരു വിധത്തിൽ അവനവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ പൂജ ആരംഭിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാവരും നന്നായിട്ട് പേടിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക. കാരണം യുവാനെ ഒരിക്കലും പൂജയ്ക്ക് പങ്കെടുപ്പിക്കരുതെന്ന് മാലിനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ അത് നടന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂജ നടക്കുന്ന സമയത്ത് അവിടേക്ക് മാലിനി വരികയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരെയും നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല യുവാൻ ഒരിക്കലും പൂജയ്ക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നിരുന്ന ബന്നി എണീച്ചിട്ട് നേരെ മാലിനിയുടെ അടുത്തേക്ക് പോയിട്ട് അവരെ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനാണ് യുവാനെ പൂജയ്ക്ക് കൊണ്ടുവന്നതെന്ന് മാലിനിയോട് പറയുകയാണ്. അപ്പോൾ അതിന് നീ ഏതാ എന്ന് മാലിനി ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിസിനസ് വുമണാണ്, ഞാൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ പേരാണ് ബന്നി ജോ ഹോം ഡെലിവറി എന്ന് ബന്നി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളെയൊക്കെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് മാലിനി ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ദേവരാജ് പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്, ഭക്ഷണം ഡെലിവറി ചെയ്യാനാണ്, മാത്രമല്ല ഇന്നത്തെ മഹാശിവരാത്രിയുടെ പ്രസാദം പോലും അവളാണ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ മാലിനിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
ഓ എന്നാൽ പ്രസാദമൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇനി മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കിയെന്ന് അവളോട് പറഞ്ഞിട്ട് മാലിനി ദേഷ്യത്തോടെ യുവാനെ നോക്കുന്നുണ്ട്. അപ്പം മാലിനി നോക്കുന്നത് കണ്ടതും യുവാൻ പേടിച്ച് വിറച്ചിട്ട് അമ്മ ഞാനിനി ചെയ്യില്ല, ഞാനിനി പൂജയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാലിനി യുവാൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ബന്നി അത് തടയാണ്. അപ്പോൾ നീ എന്നെ തൊട്ടു പോകരുതെന്നൊക്കെ മാലിനി പറയുമ്പോൾ ബന്നിയും ഒരുപാട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ വലിയ വാക്കുതർക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവസാനം ബന്നി യുവാൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവനെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഇവന് അമ്മയില്ല, ഒരു അമ്മയില്ലാത്ത വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ അമ്മയും മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ടാണ് ഇവന് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്, ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദേവരാജ് സംസാരിക്കുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് മുന്നേ അവൻ്റെ അമ്മ ഉള്ളപ്പോൾ അവനെ എല്ലാ പൂജകൾക്കും പങ്കെടുപ്പിക്കുമായിരുന്നു. ഇന്ന് ഈ പൂജയ്ക്ക് അവനെ എന്തായാലും പങ്കെടുപ്പിക്കണം എന്നൊക്കെ മാലിനിയോട് പറയുമ്പോൾ എന്നാൽ ശരി അവൻ പൂജയ്ക്ക് പങ്കെടുത്തോട്ടെ എന്ന് അവസാനം മാലിനി പറയുന്നുണ്ട്. പക്ഷേ അതെന്തായാലും ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് ആളുടെ മുഖഭാവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കേട്ടിട്ട് ബന്നി മാലിനിയോട് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വെച്ചല്ലോ, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനുണ്ടാക്കിയ പ്രസാദമൊക്കെ കഴിച്ചിട്ട് പൊക്കോ, നിങ്ങളുടെ നാവൊന്നും കുറച്ച് അടക്കി വെക്കണം എന്നൊക്കെ പരിഹാസത്തോടു കൂടെ പറയുന്നുണ്ട്. അങ്ങനെ പൂജ തുടരുകയാണ്. പൂജാരി യുവാനോട് ഒരു പൂവെടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവൻ ആദ്യം ഒരു പൂവെടുത്തിട്ട് ബന്നിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവൻ പൂവ് സന്തോഷത്തോടു കൂടെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ മാലിനി അവിടെ നിൽക്കുന്നവരോട് കണ്ണുകൊണ്ട് എന്തൊക്കെയോ ചെയ്യാനെന്ന രീതിയിൽ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ചെണ്ടയും താളമേളങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് യുവാന് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അവൻ ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ബന്നിയും മുത്തശ്ശനൊക്കെ അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ പിന്നെയും അലറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് മാലിനി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് കുറവാണ്, പെട്ടെന്നിട്ടതാണ്, എത്രത്തോളം നന്നായി എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.